What's happening guys, it's me Jasil, welcome back my new video. ഗൈസ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എന്താ പറയുക, വണ്ടിയുടെ കാര്യങ്ങളോ അല്ലാനുള്ള വീഡിയോസ് ഒന്നുമല്ല. ഇന്ന് കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ടുള്ള അങ്ങനെ എന്താ പറയുന്നത് ഒരു ചരിത്ര പ്രാധാന്യമുള്ള അങ്ങനെ ഒരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയത്തില്ല. പൊതുവായുള്ള മിക്ക ആൾക്കാർക്കും ഇതിനോടൊന്നും വലിയ താല്പര്യം കാണത്തില്ല. എന്നാൽ ഞാൻ ചുമ്മാ ഇടുന്നൊരു വീഡിയോയാണ്. ഇതിപ്പോൾ ഞാൻ ഇന്ന് എവിടെ ഉള്ളതെന്ന് പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ കൃഷ്ണവരം പാലസിൽ. എൻ്റെ വീടിൻ്റെ അവിടുന്ന് ഏകദേശം അടുത്ത് തന്നെ ആയിട്ടുള്ള ഒരു കൊട്ടാരം ഇത് കൃഷ്ണവരം പാലസ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗമൊക്കെ കാണിച്ചു തരാം. വേണ്ട കൈസ്, ഇതാണ് കൊട്ടാരം. ഇതാ അതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെ എൻട്രൻസ് ഫീയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഇതിൻ്റെ ടൈമിങ്സ് ഒക്കെ ഇവിടെ കൊടുത്തേപ്പോൾ ഉണ്ട്. പ്രവേശന സമയം 9 മണി തൊട്ട് 1 മണി വരെ, പിന്നെ എൻട്രി ടൈം 2 മണി തൊട്ട് 4:30 വരെ. ബ്രേക്ക് ഉണ്ട്, ഇടവേള 1 മണി തൊട്ട് 2 മണി വരെ. മൺഡേ അവധിയാണ്, മൺഡേ ഹോളിഡേ. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഉണ്ട്. ഏതാന്ന് ഫ്രണ്ട്, നമുക്കിവിടെ ടിക്കറ്റ് എടുക്കാം. വേണ്ട പൈസ. അങ്ങനെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. വേണ്ട ടിക്കറ്റ് ഞാൻ കാണിച്ചു തരാം. 2 ടൈപ്പ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്യുന്നെങ്കിൽ പ്രത്യേകം ക്യാമറ ഉള്ള ഇതൊക്കെ. നമ്മുടെ കൃഷ്ണവരം കൊട്ടാരത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുമായി നമ്മുടെ കായംകുളം രാജാവ് യുദ്ധത്തിൽ ആകുകയും അങ്ങനെ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ നമ്മുടെ ആദ്യ കൊട്ടാരമായ കൃഷ്ണവരം കൊട്ടാരം പൊളിക്കുകയും പിന്നീട് തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ പിന്നീട് പണി കഴിപ്പിച്ചതാണ് നാം ഇന്ന് ഈ കാണുന്ന കൃഷ്ണവരം കൊട്ടാരം. ഇന്ന് ഈ കൊട്ടാരം ഒരു മെയിനായിട്ട് ഉള്ളതെന്ന് വെച്ചാൽ മ്യൂസിയം ആയിട്ടാണ് അറിയപ്പെടുന്നത്. വേണ്ട കൈസ്, ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിൽ പിന്നെ ഒരു എന്താ പറയുന്നത് ഒരു നാലുകെട്ട് പോലുള്ള ഒരു സംഭവം കാണാൻ പറ്റും. ദേ, നല്ല രസമുണ്ട്. ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ്. ദേ കിടിലം കേട്ടോ. ഇവിടുന്ന് പിന്നെ അകത്തോട്ട് കയറാനായിട്ടൊരു വഴിയൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുള്ള, ഞാൻ ഇപ്പം അത്യാവശ്യം നല്ല സൈലൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ വേറൊരു സംഭവമുണ്ട്, ഇത് ഞാൻ ഇറങ്ങിയിട്ട് പറഞ്ഞൊരു സംഭവം എന്തുവന്ന്. ഇത് കണ്ടില്ലേ, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് അങ്ങനെ എന്തോ കുറേ കല്ലുകളും കാര്യങ്ങളൊക്കെയാണ്. എനിക്കിതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും അറിയത്തില്ല. നിങ്ങൾക്കിതേ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചപ്പോൾ ഉണ്ട്. അതിൻ്റെ അകത്ത് എഴുതിയിട്ടൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ് ഓഫ് കേരള. ഇത് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെയാണ്. ഡോൾമെയിൻ, മറയൂർ, ഇടുക്കി ഡിസ്ട്രിക്ട്. ഇത് അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന സംഭവങ്ങളാണെന്നാണ് തോന്നുന്നത്. ഇതെന്തോന്ന് അറിയത്തില്ലല്ലോ. ഇതെന്തോ ഇത് എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ. ഇവിടെ ഗൈഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ടൊരു വഴിയൊക്കെ ഉണ്ട്. പണ്ടത്തെ രാജാമരാജ്ഞിയൊക്കെ പോയിക്കൊണ്ടിരുന്ന ഇതായിരിക്കും, മറ്റേ പല്ലക്ക്. അതാന്ന് തോന്നുന്നു ഈ സംഭവം. യെസ്, അത് തന്നെ സംഭവം. എല്ലാം ഇളകിയൊരു പരുവായി. ഇവിടെ CCTV ഒക്കെ ഉണ്ട് കേട്ടോ. വേണ്ട വയസ്സ്. ഇനിയിപ്പോൾ ഇവിടുന്ന് അകത്തോട്ട് വന്നിടത്ത് വേറെ ഒരു ഇതുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ഒരു വെളിഭാഗത്തോട്ട് വന്നേ. ഇതെന്തോ ലിപികളോ കാര്യങ്ങളോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. സ്റ്റോൺ ഇൻസ്പിറേഷൻ, ഇങ്ങനെയൊക്കെ എന്തോ സംഭവങ്ങളൊക്കെ. ഇത് തൊടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ തൊടുന്നൊന്നുമില്ല. ഇവിടെ എല്ലാം ക്യാമറ ഉള്ളതാണ്. ഇനി തൊട്ട് കഴിഞ്ഞിട്ട് വേറെ വള്ളിയോ കാര്യങ്ങളൊന്നും ആക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇനി അടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങല്ലെന്ന് എഴുതിയപ്പോൾ ഉണ്ട്. ഗായ്സ്, ഇത് കുളം കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങരുത്. സംഭവം ഇത് വെള്ളം കണ്ടോ. ഇവിടെ ഒരു പ്രത്യേക ഒരു സംഭവം. വലിയ ചൂടൊന്നുമില്ല കേട്ടോ ഇവിടെ. ഇവിടെ എന്തോ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്കിതിനെപ്പറ്റി വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നും ഇല്ല. ഞാനിപ്പം വന്നത് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് കാണിക്കാമെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. ഇവിടെ വരുമ്പോൾ ഇവിടെയും കാണാൻ കുറേ നല്ല രസമായിട്ടുള്ള ഇതുണ്ട് കേട്ടോ. കിട്ടില്ലോ. ഇതൊക്കെ പണ്ടത്തെ ടൈപ്പ് എന്താ പറയുന്നത് നിർമ്മിതികളാണ്. ഇതെല്ലാം തടിയാണ് കേട്ടോ. ഇതിപ്പോഴും നല്ല ഇതായിട്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ട് കുറേ
സംഭവങ്ങളൊക്കെ ഉണ്ട്, കുറേ പ്രതിമകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇത് എന്തിൻ്റെയൊക്കെയാണ്? ഇവിടെ എഴുതിയപ്പോൾ ഉണ്ട്. ഈ വ്യൂ കണ്ടോ? ഇതാണ് കിട്ടില്ല. ഇതൊരു ഒന്നൊന്നര കാഴ്ച കേട്ടോ. ഇതൊരു ഒന്നൊന്നര കാഴ്ചയാണ്, കിട്ടില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്കതേ കുളം കാണാൻ പറ്റും. ഇവിടെ ആയിരിക്കും രാജാവും രാജ്ഞിയൊക്കെ കുളിച്ചിരുന്നത്. ആ കൊട്ടാരത്തിൻ്റെ ഇതില്ലയോ, ഒരു മിനിയേച്ചർ സംഭവം, അതോ ഒരു അമ്പലം സെറ്റപ്പാന്ന് എനിക്കറിയത്തില്ല, നോക്കട്ടെ. ഗൈസ്, ഇതാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ മിനിയേച്ചർ ഒന്നുമല്ല കേട്ടോ. ഇത് വേറെ ഏതോ ഒരു അമ്പലത്തിൻ്റെ മിനിയേച്ചർ ഇവിടെ ചെയ്തു വെച്ചേക്കുക. ടെമ്പിൾ മോഡൽ, പാലക്കാട് ഡിസ്ട്രിക്ട്, അങ്ങനെയുള്ള സംഭവം. ഇവിടെ എഴുതിയപ്പോൾ ഞങ്ങൾ മൊത്തം വായിച്ചാൽ മതി. ഇത് വായിച്ച് പറഞ്ഞുതരാൻ നിൽക്കുകയാണെങ്കിൽ ഇത് ഇപ്പോഴൊന്നും തീരത്തില്ല നമ്മുടെ ഈ വീഡിയോ. എനിക്കറിയാം അധികം ആൾക്കാർക്ക് ഇത് സംഭവങ്ങൾ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കുറവാണ്. എനിക്കറിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ല എന്നൊക്കെ. എന്നാൽ ഞാൻ ചുമ്മാ ഒരു വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. ഇങ്ങോട്ട് കയറി വരുന്നിടത്ത് അടുത്ത വേറൊരു സംഭവം. ഗൈസ്, നമുക്കിനി ആണെങ്കിൽ ഇവിടുന്ന് മേളിലോട്ട് പോവാം. മേളിലോട്ട് പോയിട്ട് അവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ കാണാനായിട്ട്. മേളിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇവിടെയൊക്കെ നമ്മളിപ്പോൾ ഇതിപ്പം ഈ അടുത്ത ഭാഗത്ത് കാണുന്ന കുളത്തിൻ്റെ സംഭവങ്ങളാണ്. ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ മൈക്കൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ വളരെ പതുക്കെ സംസാരിക്കുന്നത്. എന്നുവെച്ചാൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് ഇതുമായിട്ട് ഇത് ഇഷ്ടപ്പെട്ട് വന്ന് ഇതിൻ്റെ ഒരു ഫീല് കാണുന്ന ആൾക്കാരൊക്കെ. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതാ എൻ്റെ ഗൈസ് സ്റ്റെപ്പ് ഉണ്ടോ, ഒരു വല്ലാത്ത സ്റ്റെപ്പാണ് കേട്ടോ. ഒരു വല്ലാത്ത സ്റ്റെപ്പായത്. അയ്യോ, ആ സ്റ്റെപ്പിൻ്റെ ഒരു ഇത് കണ്ടോ, ഇങ്ങോട്ട് വരുമ്പോൾ ലൈറ്റ് കുറവാണ്. വേണ്ട, ഇത് കൊള്ളാം കേട്ടോ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നൈസായിട്ടുണ്ട്. ഈ കൊട്ടാരത്തിൻ്റെ ഫുള്ളൊരു ഇത് കിട്ടുന്നത്. അപ്പുറത്തെ സ്കൂളിൽ പിള്ളേർ ഇന്ന് കളിക്കുന്നു. ഇവിടുന്ന് എല്ലാം കാണാം കേട്ടോ, നൈസ് വ്യൂ ആണ്. വേണ്ടേ കുളത്തിൻ്റെ അടുത്തൊരു വ്യൂ. ഇത് കിടില്ല കേട്ടോ, കിടില്ല. ഇത് കൊള്ളാം. ഇവിടുന്നൊക്കെ ഇങ്ങനെ നൈസായിട്ടുണ്ട്. അവിടെ കപ്പിൾസൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് ക്യാമറ കാണിക്കുന്നില്ല, അവരുടെ പ്രൈവസിക്ക് ഇഷ്യൂവാണ്. ഇവിടെ വാളും സംഭവങ്ങളും ഒക്കെയാണെന്ന് തോന്നുന്നു. യാസ്, വാള്. വാള എന്തോന്ന് എനിക്കറിയത്തില്ല. ഇത് കൃഷ്ണപുരം രാജാവിൻ്റെ വാളായിരിക്കണം. രാജാവിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. കായംകുളം വാൾ ഗൈസ്, നമ്മുടെ സ്വന്തം കായംകുളം വാൾ. പരിച, ഇത് വാള്, ഇത് പരിച, ഇത് ഇത് രാജകേശവദാസ് ട്രിവാൻഡ്രം. പുള്ളിയുടെ വാള്. ഇതൊക്കെ രാജാക്കന്മാരായിരിക്കണം, എനിക്കറിയില്ല. ഇവിടെയൊക്കെ കൊള്ളാം കേട്ടോ. ഇവിടെയൊക്കെ കുറേ സംഭവങ്ങളിങ്ങനെ കാണാനായിട്ടുണ്ട്. ഇതൊക്കെ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ച ആയുധങ്ങളാണെന്ന് തോന്നുന്നു. ഒരു കത്തിയുണ്ട്, മറ്റേ കയ്യിലിടുന്ന ആ മറ്റേ എന്താ പറയുന്നത്, വിലങ്ങില്ലേ, ആ സംഭവം. ഇതൊക്കെ വെറൈറ്റി കത്തികൾ. സീൻ കത്തി. ബോൾ കണ്ടോ, ഇത് മറ്റേ ബോളല്ലല്ലോ, എന്താ പറയുന്നത്, ആ ബീരങ്കിയുടെ ബോളുകൾ. കെനോൺ ബാൾസ്, ശരിയാ എഴുതിയപ്പോൾ ഉണ്ട് ഇവിടെ. കൊള്ളാം കേട്ടോ. ഇവിടെ കുറേ പുസ്തകങ്ങൾ. ഇത് ബൈബിളാണ് കേട്ടോ, സാൻസ്ക്രിറ്റ് ബൈബിൾ. ഇത് സംസ്കൃതത്തിലുള്ള ബൈബിളാണ് ഈ സംഭവങ്ങളൊക്കെ ഇവിടെ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കുളത്തിൻ്റെ ഒരു വ്യൂ ഉണ്ട്. ഇവിടെ കുളത്തിൻ്റെ ഒരു വ്യൂ ആണ്. പിന്നെ ഇപ്പുറത്തെ തൊട്ടിപ്പുറത്തെ ഗ്രൗണ്ടുണ്ട്. ഗ്രൗണ്ടിൻ്റെ വ്യൂ. ഗ്രൗണ്ടിൽ പിള്ളേർ ഇന്ന് കളിക്കുന്നുണ്ട്. കിടിലം വ്യൂ ഗൈസ്. ഇവിടെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പം മറ്റേ ഇതിൻ്റെ കൊട്ടാരത്തിൻ്റെ എൻട്രൻസ് ഇല്ലേ, അവിടെ ആയിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. ഇവിടെ നിന്നും പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. കുറേ എന്താ പറയുന്നത്, പഴയ രീതിക്കുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതൊരു കിളിവാതിൽ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ സംഭവം. ഇത് കൊള്ളാം കേട്ടോ. ഇതിങ്ങനെ അടച്ചിടാനൊക്കെ പറ്റും. ഫുള്ള് വട്ടം പോയി, നമുക്ക് തുറന്നിട്ടേക്കാം.
ന്യൂമസ്റ്റിക് ഗാലറി നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാണ്. ഓ, ഇവിടാണ് ഗൈസ് നേരേണ്ട പഴയ കോയിന്, പഞ്ച് മാർക്കഡ് കോയിൻസ്. കുറേ ടൈപ്പ് കോയിൻസൊക്കെ ഇവിടെ ഉണ്ട്. പഴയ കാലത്ത് യൂസ് ചെയ്ത കോയിൻസൊക്കെ ഇല്ലേ, ആ സംഭവങ്ങളൊക്കെ ഇവിടെ. ചോള കോയിൻ കൊള്ളാം കേട്ടോ, അത്യാവശ്യം രസങ്ങളുണ്ട്. കുറേ പണ്ടത്തെ കാലത്തെ കോയിനൊക്കെ ഇവിടെ വെച്ചേപ്പുണ്ട്. ഇതുണ്ട് ഗൈസ്, ഇതുണ്ടില്ലേ പഴയ കോയിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇത് ശരിക്ക് കോയിനല്ല, ഇത് സ്റ്റിക്കറാണ് കേട്ടോ, സോറി. ഇപ്പം എനിക്ക് ഷൂട്ട് ചെയ്യുന്ന ഗോപ്രോ ചെയ്യാത്ത കേട്ടോ, എങ്ങനെ ക്ലാരിറ്റി ഉണ്ടോ ഇല്ലയെന്ന് പറയണേ. ഇത് കണ്ടില്ലേ, ഇതും കുറേ കോയിൻ്റെ കുറേ സംഭവങ്ങളൊക്കെയാണ്. ഇത് ഹൈദരാബാദ് കോയിൻ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്കിതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും അറിയത്തില്ല. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. സംഭവങ്ങളൊക്കെ ഉണ്ടില്ലേ, കൊള്ളാം അത്യാവശ്യം. ഇതിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ഈ സംഭവം നൈസാണ്. വരുന്നവർക്ക് കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. തോക്കുപകരണം, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ വെച്ചേക്കാം, നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിച്ചാൽ മതി ഇത് എങ്ങനെയൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ. ഇവിടുന്ന് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ടെ. നൈസാ, സീനില്ല. ഇനി ഇതിൻ്റെ മുകളിലോട്ട് സ്ഥലം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. മുകളിൽ സ്ഥലം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മുകളിൽ സ്ഥലം ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് മുകളിലത്തെ സ്ഥലം നോക്കാം. സത്യം പറഞ്ഞാൽ എൻ്റെ ടേസ്റ്റിനുള്ള ഒരു സംഭവമല്ല ഇത്. ഇത് ചുമ്മാ ഇപ്പം ഇങ്ങോട്ട് വന്നേ. ഇതിൻ്റെ ഇപ്പുറത്തെ ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലേ, എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഈ സംഭവം ഉള്ളത്. ഈ കാണുന്ന മറ്റേ കൊട്ടാരം. ഞാൻ ചുമ്മാ ഇങ്ങോട്ട് ഇറങ്ങിയതാ, ഈ ഗ്രൗണ്ടിലോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ ചുമ്മാ കൊട്ടാരം കണ്ടപ്പം നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാം, ഒരു വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കയറിയതാ ഇങ്ങോട്ട്. സത്യം പറഞ്ഞാൽ ശോകമെന്ന് ഞാൻ പറയുന്ന വേറൊന്നുമല്ല. എന്നുവെച്ചാൽ ഇതുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ വേണം ഇങ്ങോട്ട് വരാൻ. ഇത് കുറേ ഹിസ്റ്ററി അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ പഴയ ചരിത്രങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് നൈസാണ്. അല്ലാത്തവർക്ക് വരുമ്പോൾ ശോകമായിട്ടാണ് തോന്നുന്നത്. എന്നുവെച്ചാൽ ഇതിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ ഒരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. അല്ലാതെ ഇവിടം ശോകമായിട്ടല്ല ഞാൻ ശോകമെന്ന് പറഞ്ഞത്. അത്രയൊക്കെ തന്നെ ഉള്ളു. നമുക്ക് നോക്കാം ഇനി വേറെ വല്ലതൊക്കെ ഉണ്ടോ നോക്കാം. ഇതിൻ്റെ ഇപ്പോൾ കൊട്ടാരത്തിൻ്റെ അകത്തുനിന്ന് വെളിയിറങ്ങി ഇപ്പം വെളിയിലാണ് നിൽക്കുന്നത്. അതെ, വെളിയിൽ നിന്നാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു എന്താ പറയുന്നത്, കുറച്ച് അത്യാവശ്യം രസമുള്ള ഒരു ഭാഗമുള്ളത്. ഇതൊക്കെ കണ്ടില്ലേ, ഞാനിപ്പോൾ ഗോപ്രോയ്ക്കകത്ത് ഷൂട്ട് ചെയ്യുന്നത്. ഫോണിൻ്റെ ചാർജ് എടുത്ത് ഫോൺ ഓഫായി. സാധാരണ എപ്പോഴും നേരെ തിരിച്ച് സംഭവിക്കുന്നത്. അങ്ങനെ ഇത് കണ്ടില്ലേ, ഇതുകൊണ്ട് സൂം ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ആ വെളിഭാഗമാണ്, ഇവിടേക്ക് ഇരിക്കാൻ പറ്റുന്നത്. ഇവിടാന്ന് തോന്നുന്നു പണ്ടേ രാജാവും രാജ്ഞിയൊക്കെ ഇരുന്നിട്ടുള്ള. വെറൈറ്റി വാഴകളൊക്കെ ഉണ്ട്, പുളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇത് കണ്ടില്ലേ ഈ ഭാഗങ്ങളൊക്കെ, ഇതൊക്കെ അത്യാവശ്യം നൈസാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയത്, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ട ഒരു കുളമില്ലേ, ആ കുളം അങ്ങോട്ട് പോകുന്നിടത്താണ്. കാണിച്ചു തരാം. അവിടെ പിടിച്ചിരിപ്പുണ്ട്. ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇതാണ് കുളം നമ്മളവിടെ നിന്ന് കണ്ടത്. നല്ല ആഴമുള്ള കുളമാണെന്ന് തോന്നുന്നു, മോട്ടറൊക്കെ വെച്ചേപ്പുണ്ട്. വേണ്ടേ, ഇവിടുന്ന് അങ്ങോട്ടിന് വേറെ ഒന്നുമില്ല. ഇതിൻ്റെ അപ്പുറത്ത് ഗ്രൗണ്ടാണ് ഉള്ളത്. ഇതിൻ്റെ അപ്പുറത്ത് ഹോസ്പിറ്റൽ, ആ കാണുന്ന ഹോസ്പിറ്റലാണ്. ഇവിടെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി അപ്പുറത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു പഴയ ടൈപ്പ് ഒരു വഴിയൊക്കെ മറ്റേ എന്താ പറയുന്നത്, എന്തോ ഒരു ടൈപ്പ് ഇതാ പറയുന്നത്, അതിന് പേരെനിക്കറിയത്തില്ല. ആ വാതിലിന് മറ്റേ എന്താ പടിപ്പുര ഒരു സെറ്റപ്പാണ് അത്. ഗൈസ്, ഇപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടെ ഞെക്കുക.